അപ്പോസ്തല പ്രവർത്തനം 2:17 കാണുന്നത് അവസാന നാളുകളിൽ. നമ്മൾ പലരും ചിന്തിച്ചിരിക്കുന്നത് പെന്തക്കോസ്തയിൽ ഇത് പൂർണ്ണമായി സംഭവിച്ചു. പെന്തക്കോസ്തയിൽ ഇത് സംഭവിച്ചു, ആദ്യ പെന്തക്കോസ്തയിൽ. എന്നാൽ യുഗാന്ത സഭയിൽ സംഭവിക്കാൻ പോകുന്ന ആ വലിയ ആത്മീയ ഉണർവിലാണ് ഈ വചനം പൂർണ്ണമായും ഫുൾഫിൽ ചെയ്യപ്പെടുന്നത്, പൂർത്തീകരിക്കപ്പെടുന്നത്. പത്രോസ്ലീഹ ജോയേൽ പ്രവചനത്തിലെ വചനങ്ങൾ എടുത്തു പറഞ്ഞ് പിന്നീടുള്ള വചനഭാഗങ്ങൾ വായിക്കുമ്പോൾ കാണാൻ പറ്റും. 19, 20, 21 വചനങ്ങൾ വായിക്കുമ്പോൾ കർത്താവിൻ്റെ പ്രത്യാഗമനത്തിന് മുൻപായി ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന അടയാളങ്ങളെ കുറിച്ചാണ് പത്രോസ്ലീഹ പരിശുദ്ധാത്മാവിൽ സഭയോട് പറയുന്നത്. അപ്പോൾ ആദ്യ പെന്തക്കോസ്തയിൽ പൂർണ്ണമായും ഈ വചനം നിറവേറപ്പെട്ടിട്ടില്ല. വചനം നിറവേറി, പക്ഷെ അതിന്റെ പൂർണ്ണതയിൽ നിറവേറപ്പെടുന്നത് യുഗാന്ത സഭയിലാണ്, ഈ കാലഘട്ടത്തിലാണ് സഹോദരങ്ങളെ. അവതൻ എല്ലാവരും ശ്രദ്ധാപൂർവ്വം വായിച്ച് അപ്പോസ്തല പ്രവർത്തനം 2:17 ദൈവം അരുളി ചെയ്യുന്നു, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെ മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ഹല്ലേലൂയ. ഇതാണ് പരിശുദ്ധാത്മാവ് തന്റെ സഭയ്ക്ക് നൽകുന്ന പുത്തൻ പെന്തക്കോസ്ത, തന്റെ സഭയ്ക്ക് നൽകുന്ന റിവൈവൽ. അന്ത്യകാല ഉണർവ് എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, അത് ഈ റിവൈവൽ സഹോദരങ്ങളെ, അത് ആരംഭിച്ചു കഴിഞ്ഞു. പരിശുദ്ധാത്മ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. അടുത്തൊരു ഫേസ് തന്റെ സഭയിൽ പരിശുദ്ധാത്മാവ് തുറന്നു കഴിഞ്ഞു. വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു കർത്താവ്. നമ്മുടെ കർത്താവ് പറഞ്ഞു യോഹന്നാന്റെ സുവിശേഷം 3:8 എന്താണ് ഈശോ പഠിപ്പിച്ചത്? കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. സഹോദരങ്ങളെ, ഇന്ന് പരിശുദ്ധാത്മാവിന്റെ കാറ്റ് സഭ മുഴുവനിലും വീശിക്കൊണ്ടിരിക്കുകയാണ്. 2000 വർഷങ്ങൾക്ക് മുൻപ് കൊടുങ്കാറ്റിന്റെ ആരവത്തോടെ സെഹിയോൻ മാളികയിലേക്ക് സ്വർഗം വിട്ടിറങ്ങി വന്ന പരിശുദ്ധാത്മ കാറ്റ് ഇന്നും സഭയിൽ വീശിക്കൊണ്ടിരിക്കുന്നു. 2000 വർഷം കഴിഞ്ഞിട്ടും ഈ ആത്മാ കാറ്റ് ഇതുവരെ നിലച്ചു പോയിട്ടില്ല. ഇതിനെ ഇല്ലാതാക്കാൻ ഒരു ശക്തിക്കും സാധിക്കില്ല. സഭാ ചരിത്രത്തിൽ എന്തുമാത്രം പ്രതിസന്ധികളെ സഭ നേരിട്ടു. സാമ്രാജ്യ ശക്തികളും ചക്രവർത്തിമാരും മതഭ്രാന്തന്മാരും നിരീശ്വര ശക്തികളെല്ലാം സഭയെ ഒരുപാട് തകർക്കുവാൻ നോക്കി. എന്നാൽ സഹോദരങ്ങളെ, നമ്മൾ ചരിത്രത്തിൽ കാണുന്നു പരിശുദ്ധാത്മാവിന്റെ കൊടിയ കാറ്റ് സഭയെ വീണ്ടും വീണ്ടും ശക്തിപ്പെടുത്തി, സഭയ്ക്ക് ഉണർവ് നൽകി. ആ കാറ്റ് കർത്താവിന്റെ പ്രത്യാഗമനം വരെ സഭയിൽ വീശിക്കൊണ്ടേയിരിക്കും, വീശിക്കൊണ്ടേയിരിക്കും. ആ കാറ്റിനെ ഇല്ലാതാക്കാൻ ആർക്കും സാധിക്കില്ല. അതിന്റെ പ്രതിഫലനങ്ങളാ നമ്മൾ ഇന്ന് രാജ്യങ്ങളിൽ കാണുന്നത്. മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ നമ്മൾ കണ്ണുയർത്തി നോക്ക്, അവിടെ ഉണർവിന്റെ ചലനങ്ങൾ നമുക്ക് കാണുവാൻ പറ്റും. ലോകത്തിന്റെ പല രാജ്യങ്ങളിലും ശക്തമായ ആത്മാവിന്റെ ഉണർവുകൾ നമ്മൾ കാണുന്നു. ഇത് അവിചാരിതങ്ങളല്ല സഹോദരങ്ങളെ, ഇത് പെന്തക്കോസ്തയുടെ കാറ്റ്, പെന്തക്കോസ്തയുടെ ആ പകർച്ച തന്റെ സഭയിലേക്ക് ആത്മാവ് തരുന്നു. സംഖ്യയുടെ പുസ്തകം 11:31 പറയുന്നു, പെട്ടെന്ന് കർത്താവ് ഒരു കാറ്റയച്ചു. സഹോദരങ്ങളെ, നമ്മൾ സഭയ്ക്ക് വേണ്ടി കണ്ണുനീരോടെ മുട്ടുമടക്കി കരങ്ങൾ വിരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, കേരള സഭയ്ക്ക് വേണ്ടി നമ്മൾ പ്രാശ്ചിത്തം അനുഷ്ഠിക്കുമ്പോൾ, നമ്മുടെ സഭയുടെ നവീകരണത്തിനും ഉണർവിനുമായി നമ്മൾ ഉപവസിച്ച് കർത്താവിന്റെ മുൻപിൽ നിലവിളിക്കുമ്പോൾ, നമ്മൾ നനയ്ക്കാത്ത സമയത്ത്, നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് പെട്ടെന്ന് തന്റെ സഭയിലേക്ക് പരിശുദ്ധാത്മാവ് ഉണർവിന്റെ കാറ്റയക്കും. ഈ കാറ്റ് സഭയെ ശക്തീകരിക്കും. 1000 ഉണരും, 10000 ഉണരും. അനേകം വൈദികർ, സമർപ്പിതർ, ആത്മായ പ്രേക്ഷിതർ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയിൽ ജ്വലിക്കുന്ന ആത്മാക്കളായി മാറും. കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു. എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഉത്തമഗീത പുസ്തകം സോങ് ഓഫ് സോങ്സിൽ 4-ാം അധ്യായം 16-ാം വചനത്തിൽ കാണുന്നുണ്ട്, വടക്കൻ കാറ്റേ ഉണരുക, തെക്കൻ കാറ്റേ വരുക, എൻ്റെ ഉദ്യാനത്തിൽ. കർത്താവിന്റെ ഉദ്യാനം കർത്താവിന്റെ സഭയാണ്. എൻ്റെ സഭയിൽ വീശുക,
അതിന്റെ പരിമളം വിദൂരങ്ങളിലും പരക്കട്ടെ. എൻ്റെ പ്രാണപ്രിയൻ, സഭയുടെ പ്രാണപ്രിയൻ ആരാ? കർത്താവാണ്. സഭയുടെ ആത്മാവ് പരിശുദ്ധാത്മാവാണ്. അവൻ അവൻ്റെ ഉദ്യാനത്തിൽ അവൻ്റെ സഭയിലേക്ക് വരട്ടെ. അതിന് വിശിഷ്ട ഫലങ്ങൾ ആസ്വദിക്കട്ടെ. വടക്കൻ കാറ്റ് ഉണരുക, തെക്കൻ കാറ്റ് വീശുക, സഭ മുഴുവനിലും വീശി അടിക്കുക.